ഇംഗ്ലീഷ് മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 37ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാൻ ബോയ്സിൽ നമ്മളിന്ന് എടുക്കുന്ന സ്പെല്ലിങ് ബി ആണ്. അതായത് ബട്ട് എന്നാൽ എങ്കിലും, എന്നാലും, ആയാലും എന്ന അർത്ഥത്തിലാണ് ബട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് നടക്കാം. ഐ ആം പുവർ ബട്ട് ഐ ആം ഹാപ്പി. ഐ ആം പുവർ ബട്ട് ഐ ആം ഹാപ്പി. ഞാൻ പാവപ്പെട്ടവനാണെങ്കിലും ഞാൻ സന്തോഷവാനാണ്. ഐ ആം പുവർ ബട്ട് ഐ ആം ഹാപ്പി. ഷീ ഈസ് ഷോർട്ട് ബട്ട് ഷീ ഈസ് ഫാസ്റ്റ്. അവൾ ചെറുതാണെങ്കിലും ഉയരം കുറവുള്ളവളാണെങ്കിലും അവൾ വളരെ വേഗത്തിലുള്ളവളാണ്. ഷീ ഈസ് ഷോർട്ട് ബട്ട് ഷീ ഈസ് ഫാസ്റ്റ്. ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഫെയിൽഡ്. അവൻ കഷ്ടപ്പെട്ട് പണിയെടുത്തെങ്കിലും അവൻ തോറ്റുപോയി. ഹി വർക്ക്ഡ് ഹാർഡ് ബട്ട് ഹി ഫെയിൽഡ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും അവൻ തോറ്റു. രണ്ട് കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു കാര്യം നല്ല രീതിയിൽ നടന്നു, പക്ഷെ രണ്ടാമത്തെ റിസൾട്ട് വിചാരിച്ച പോലെ ആയില്ല എന്നുണ്ടെങ്കിലാണ് ബട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതേതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് വാസ് റെയിനിങ് ബട്ട് വി വെന്റ് ഔട്ട്. ഇറ്റ് വാസ് റെയിനിങ് ബട്ട് വി വെന്റ് ഔട്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ പുറത്തുപോയി. മഴ പെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞങ്ങൾ പുറത്തുപോയി. The phone is expensive but I will buy it. ഫോൺ വില കൂടുതലാണെങ്കിലും ഞാനത് വാങ്ങും. ഫോൺ വില കൂടുതലാണെങ്കിലും ഞാനത് വാങ്ങും. Everyone came but Ramesh didn't. എല്ലാവരും വന്നു എന്നാൽ രമേശ് വന്നില്ല. Everyone came but Ramesh didn't. I like all fruits but except mangoes. I like all fruits except mangoes. ഞാൻ എല്ലാ പഴങ്ങളും ഇഷ്ടപ്പെടുന്നു എന്നാൽ മാങ്ങ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എല്ലാ പഴങ്ങളും ഇഷ്ടപ്പെടുന്നു എന്നാൽ മാങ്ങ ഇഷ്ടപ്പെടുന്നില്ല. ഇനി ചില കാര്യങ്ങൾ ഒഴിവാക്കി എന്ന അർത്ഥത്തിൽ ബട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു. Everyone but I invited. Everyone but I invited. എല്ലാവരെയും ക്ഷണിച്ചു എന്നാൽ എന്നെ ക്ഷണിച്ചില്ല. Everyone but I invited. All but one student passed. എല്ലാ കുട്ടികളും ജയിച്ചു എന്നാൽ ഒരാൾ ജയിച്ചില്ല. Everyone but one student passed. I can meet every day but Sunday. I can meet every day but Sunday. എനിക്ക് എല്ലാ ദിവസവും കാണാം പക്ഷെ ഞായറാഴ്ച പറ്റില്ല. എല്ലാ ദിവസവും കാണാം എന്നാൽ ഞായറാഴ്ച പറ്റില്ല. ഇനി രണ്ട് സെന്റൻസിൽ ഒരേ സബ്ജക്റ്റ് ആണെങ്കിൽ രണ്ടു വട്ടം അത് ആവർത്തിക്കണം എന്നില്ല. സബ്ജക്റ്റ് ആവർത്തിക്കണം എന്നില്ല. കർത്താവ് രണ്ട് വാചകത്തിലെ ഒരാളാണെങ്കിൽ അതിൻ്റെ കർത്താവിൻ്റെ പേര് വീണ്ടും ആവർത്തിക്കണം എന്നില്ല. ഉദാഹരണം നോക്കാം. ഷീ ഈസ് പുവർ ബട്ട് ഷീ ഈസ് ഹോണസ്റ്റ്. ഷീ ഈസ് പുവർ ബട്ട് ഷീ ഈസ് ഹോണസ്റ്റ്. ഷീ ഈസ് പുവർ ബട്ട് ഹോണസ്റ്റ്. അതിന് ഷീ ഈസ് ഹോണസ്റ്റ് ചേർക്കണം എന്നില്ല. He is old but he is strong എന്ന വാചകത്തെ he is old but strong എന്ന് പറയാം. He is old but he is strong എന്ന വാചകത്തെ he is old but strong എന്ന് പറയാം. ഇന്ന് പഠിച്ചത് ബട്ടാണ്. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ബാക്കി കാണാം.